ടിക്ടോക്ക് തുടങ്ങുമ്പോൾ ഒരു പരസ്യം വരും. അപ്പൊ അത് ചെയ്യേണ്ട ഇത് വന്നപ്പോഴത്തേണ് ക്യാമറ ബാൻ ചെയ്തത്. കെട്ടും ആ സ്ലോ മോഷൻ നടപ്പ് മാത്രമേ എന്റെ ഇത് വന്നുള്ളൂ. പക്ഷെ ബാക്കിൽ ഒരു കോഴിയെ കൊണ്ടായിരുന്നു. അത് നമ്മൾ അറിഞ്ഞതല്ല, അത് അറിയാതെ വന്നതാണ്. എനിക്ക് ഒരു ടിക്ടോക്കിൽ എന്റെ ഒരു ആരാധിക എനിക്ക് ഫോൺ വാങ്ങിച്ചു. അപ്പം നിങ്ങളൊരു പഴയ ഒരു നൊസ്റ്റാൾജിക് ഒരു പ്രോപ്പർട്ടി കൈ തരിക. ഭഗവാനെ ഇവ എന്നെ നടിയാക്കും. ഹലോ, ഹായ് ഹായ് ശ്രീതേഷ് പ്രസാദേ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. എക്സ്പ്രസ് മീഡിയ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. നമ്മുടെ ചാനലിന്റെ പേരെന്താ? അപ്പൊ എന്താണ് നമ്മുടെ ചാനലിന്റെ പേര്? ഫ്രഷ് മീഡിയ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ഹാൻഡ് മേക്ക് എന്നാണ്. നിങ്ങളുടെ കഥകളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക, ഇതാണ് നമ്മുടെ ഒരു മെയിൻ എയിം. അപ്പൊ എന്തായാലും വെൽക്കം ടു ഓർഷം. ഇതിനു മുമ്പേ നമ്മളൊരു ജോലി എന്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സ്കിറ്റിലൊക്കെ വരുന്നതിന് മുമ്പേ? ഞാൻ ജിപ്സം ബോർഡിന്റെ കോർണിഷ് ജിപ്സം ബോർഡ് അതിന്റെ ഒക്കെ പണിക്ക് പോകുമായിരുന്നു. ഞാൻ പെയിന്റിംഗ് പണിക്കാണ്. അത് ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കലാപരമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്നൊക്കെ തോന്നിയ ഒരു സമയം എപ്പോഴായിരുന്നു? തോന്നിയില്ല. ടിക്ടോക്കിൽ ഒരു വീഡിയോ കണ്ടു, നമ്മളെ നിഴലിന്റെ ഒരു വീഡിയോ ഇട്ടു. അതിട്ടപ്പോൾ ഭയങ്കര വൈറലായിരുന്നു. നമ്മളത് അറിഞ്ഞില്ല. അങ്ങനെ കണ്ടപ്പോൾ മനോരമ ഒരു ദിവസം വിളിച്ചു നമ്മളെ. മനോരമ ഒരു സ്കിറ്റ് കളിക്കാൻ പോകുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചോണ്ട് നേരെ വന്നു. പിന്നെ ഫസ്റ്റ് കളിച്ച് പൊളിഞ്ഞ് 15 അടിച്ച് ന്യൂസിന്റെ ഒരു ഇത്. പിന്നെ വാശിയായിട്ട് എന്തെങ്കിലും ഒരു ബമ്പർ അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ രണ്ടാമത് കളിച്ച സ്കിറ്റാണ് വിലാസിനി എന്ന് പറഞ്ഞത്, ഒരു വെച്ചാങ്കൽ. ഇപ്പോൾ നിങ്ങൾ പെയിന്റിങ്ങിനൊക്കെ പണിക്കും, പിന്നെ ജിപ്സം ബോർഡിൻ്റെ ഒക്കെ വർക്കിന് പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്ഥിരമായിട്ട് വർക്കിനൊക്കെ പോകാറുണ്ടോ, അതോ മടിയൊക്കെ പിടിച്ച് നിൽക്കാറുണ്ടോ വർക്കിന് പോകാൻ? ഇല്ല, കാരണം ആ ജോലിക്കൊക്കെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയിട്ട് 5 മണിയാകുമ്പോൾ സൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നാൽ പിന്നെ നേരെ പറഞ്ഞ എൻ്റെ വീട്ടിലെ വന്ന് അവിടെ നിന്നാണ് നമ്മൾ ടിക്ടോക്ക് ചെയ്യണം. ടിക്ടോക്ക് ഇപ്പൊ ബാനാണ്. പണ്ട് ടിക്ടോക്ക് നിറയെ ഫോളോവേഴ്സും പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? ടിക്ടോക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ്? ടിക്ടോക്കിൽ നമ്മളെ എന്റെ പേര് മിസ്റ്റർ കറുപ്പൻ എന്നായിരുന്നു. മിസ്റ്റർ കറുപ്പ ഇവിടെ വന്നപ്പോൾ മഞ്ചേച്ചിയൊക്കെ പറയും മിസ്റ്റർ കറുപ്പാന്നാണ് വിളിച്ചോണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞിട്ട് ആ കറുപ്പാന്ന് മാറ്റിയാലോ. അപ്പോൾ പറഞ്ഞ് ആളെ നമ്മൾ സ്ഥലപ്പേരിടാം. അങ്ങനെ ശ്രീത്ത് ബലരാമനിലോട്ട് പോയി. അങ്ങനെ ഇവൻ ടിക്ടോക്കിൽ മിസ്റ്റർ സഹോ. കാരണം എനിക്കില്ലായിരുന്നു, ഞാൻ ഇവന്റെ എല്ലാം ചെയ്തോണ്ട്. അപ്പൊ കുറച്ച് റീച്ചായ സമയത്ത് പറഞ്ഞ നിന്റെയും കൂടെ തുടങ്ങുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പേരില്ല. ഇവ മിസ്റ്റർ കറുപ്പൻ ചെയ്തപ്പോൾ ഞാൻ മിസ്റ്റർ സഹോ എന്ന് പറഞ്ഞ് ഐഡിയ തുടങ്ങിയത്. അപ്പം നല്ല റീച്ച് കിട്ടി. കാരണം ഇവന്റെ മാത്രം നമ്മൾ വീഡിയോ, പിന്നെ എൻ്റെ ചെയ്യില്ലെന്നല്ല. അപ്പം കുറച്ച് ഫോളോവേഴ്സ് ഇവന്റെ ആയപ്പോഴത്തേക്കും ഓൾറെഡി ഞാൻ വേറെ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ആ റീച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ നല്ല റീച്ച് കിട്ടി. ഇത് വന്നു, പരസ്യം വന്നു. ഇപ്പം ടിക്ടോക്ക് തുടങ്ങുമ്പോൾ ഒരു പരസ്യം വരും. അപ്പൊ അത് ചെയ്യേണ്ട ഇത് വന്നപ്പോഴത്തേണ് ക്യാമറ ബാൻ ചെയ്തത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ നിങ്ങൾ ഈ പെയിന്റിംഗ് പണിക്കൊക്കെ പോയ സമയത്ത് ടിക്ടോക്ക് ഒക്കെ വൈറലായില്ലേ? വേറെ പണിക്കൊക്കെ പോകുന്ന അപ്പൊ അവിടെ പോകുന്ന സമയത്ത് പെയിന്റ് ഒക്കെ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ ഇത് ആ ടിക്ടോക്കിലെ പയ്യനല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് കറുപ്പാന്ന് വിളിക്കുന്നത് ടിക്ടോക്കിൽ മിസ്റ്റർ കറുപ്പനല്ലേ ചോദിക്കാം. കല്യാണത്തിന് പോകാൻ പറ്റും. നമ്മൾ മുണ്ടൊക്കെ എടുത്ത് നമ്മൾ തെങ്ങിന്റെ ഒക്കെ ചാരിക്കാൻ പറ്റുക. യാമര ടിക്ടോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ശ്രീത്തിനിപ്പോ ടിക്ടോക്കില് ഹിറ്റായ ശ്രീത്തിന്റെ ആദ്യത്തെ വീഡിയോ വെച്ചാൽ നിഴലിന്റെ വീഡിയോ ആണോ ആദ്യമായിട്ട് ടിക്ടോക്ക് വൈറലാവുന്നത്? ടിക്ടോക്ക് ഏറ്റവും നല്ല വൈറലായത്, ഏറ്റവും കൂടുതൽ മനോരമ വിളിച്ചത് ആ ഒരു നിഴലിന്റെ വീഡിയോ. അതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒരു ഇത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇത് കളിക്കുന്നുണ്ട്, ഒരു അച്ചാറ് കെട്ടി നോക്കി കളിക്കുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഒരു പാട്ട് കാരണം അതൊക്കെ ഭയങ്കര ഹിന്ദി സോങ്. കാരണം അത് മ്യൂസിക് മാത്രമേ ഉള്ളൂ. അവരെല്ലാം മ്യൂസിക് നമ്മളതല്ല, ആ മ്യൂസിക്കില് ചെറിയ കോമഡി ഹ്യൂമർ ആക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു നിഴലിന്റെ വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ശരിക്കും ആ നിഴലിന്റെ ഫ്രണ്ട് ചെയ്യുന്ന പയ്യൻ ആരാണ്? അവന്റെ പേര് മനോജ് എന്നാണ്. അവന് ഞാൻ വിളിച്ചു മനോരമ വരെ. അപ്പൊ പറഞ്ഞു ഇല്ലണ്ടാ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര. പുള്ളി എന്താ ചെയ്യുന്നത്? അവൻ തട്ടിന്റെ പണിക്ക് പോകുന്നു. ഇപ്പോഴും നമ്മളെ കോമഡി ഫീൽഡിൽ അങ്ങനെ നിങ്ങളോട് ഒന്നുമില്ല. നിങ്ങൾ വീടിനടുത്തുള്ളതാണ്? വീടിനടുത്തുള്ള നമ്മൾ. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ നിഴലിന്റെ ഇവനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇവന് ഒരേ സൈസ് ആയതുകൊണ്ട് ഇവന്റെ ബാക്കിൽ നിന്ന് വന്നാൽ എന്നെ കാണും. അപ്പൊ ഞാൻ കോർണിഷിന്റെ ജിപ്സം ബോർഡിന്റെ പണിയും കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അപ്പൊ കണ്ടന്റ് ഇങ്ങനെ കിട്ടി ആരോട്ട് ചെയ്യാം. അപ്പൊ ഇവൻ തട്ടിന്റെ പണിക്ക് പോയിട്ട് വന്നിട്ട് ഉടുപ്പ് പോയിട്ട് ഗോലി കളിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവൻ്റെ അമ്മ എന്തൊരു വണ്ണം പാടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ നീ അനങ്ങാതെ നിന്നാൽ മതി. അപ്പോൾ സ്ലോ മോഷനിൽ വീഡിയോ ജസ്റ്റ് ചരിച്ചിട്ട് നമ്മളതെല്ലാം പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ പോയിട്ട് വന്നപ്പോൾ എൻ്റെ ഇത് ടിക്ടോക്കിൽ 100 ഭയങ്കര വൈറൽ. ഞാൻ പോലും അറിയില്ല. അങ്ങനെ തുടങ്ങിയതാണ് ടിക്ടോക്ക് നല്ല വൈറലായത്. അപ്പോൾ അന്ന് ആ കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു ചിന്ത, അതായത് ഒരു വണ്ണുള്ള ഒരാൾ നിൽക്കുന്നു, അയാളുടെ ഒരു നിഴല് പോലെ ഇങ്ങനെ ബാക്കി അതിന്റെ ഒരു തലയിൽ ഒരു ഹൈലൈറ്റ് കെട്ടൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊണ്ടൊക്കെ കെട്ടിയിട്ട് അതൊക്കെ. അപ്പൊ കോമിക്ക് അങ്ങനെ ചുമ്മാ പ്ലാൻ ചെയ്ത് കെട്ടും ആ സ്ലോ മോഷൻ നടപ്പ് മാത്രമേ എന്റെ ഇത് വന്നുള്ളൂ. പക്ഷെ ബാക്കിൽ ഒരു കോഴിയെ കൊണ്ടായിരുന്നു. അത് നമ്മൾ അറിഞ്ഞതല്ല, അത് അറിയാതെ വന്നതാണ്. അതൊക്കെ കയറിപ്പോയത് കയറിപ്പോയി. കോഴി നോട്ടം, എന്റെ നോട്ടം എന്നൊക്കെ പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് ഇവിടെ വരാൻ വേണ്ടിട്ട് ദൈവമുണ്ട്.
അപ്പൊ മനോരമയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് രണ്ടുപേരും കൂടെ വൈറലാവുന്ന ടിക്ടോക്കിൽ കൂടെ പിന്നെ വേറൊരു വീഡിയോ ഫേസ്ബുക്കിൽ ഇവൻ വീഴുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്റെ വീട്ടിലെ തുണി എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ മ്യൂസിക് ചെയ്ത് വെച്ചിട്ട് പാട്ടിട്ടിട്ട് ഓടണം. ഞാൻ ഇങ്ങനെ ചെളി തെന്നി അത് 2 പ്രാവശ്യം എടുത്തു. ആദ്യം ഒരെണ്ണം എടുത്തപ്പം വീണപ്പം ശരിയല്ല പറയും ഇത് മനഃപൂർവ്വം വീഴും പോലെ ഉണ്ട്. രണ്ടാമത് പോയപ്പോ കറക്റ്റ് ഒറിജിനൽ വെച്ചാൽ രണ്ടാമത് ശരിക്കും വീണത്. ആദ്യം ഒരെണ്ണം എടുത്ത് അപ്പം നമ്മൾ വീഡിയോ എടുത്ത് നോക്കുമ്പോ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു. രണ്ടാമത് കറക്റ്റ് ആ ചെളി ഉള്ളതുകൊണ്ട് കറക്റ്റ്. നമ്മളെപ്പോഴൊന്നുമില്ല, നമുക്ക് ഇതിന്റെ സെറ്റപ്പ് സത്യം വാങ്ങി അറിഞ്ഞുകൊണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡ് അപ്പോഴൊക്കെ വലിയ വലിയ റീച്ചുള്ള ആൾക്കാരൊക്കെ അവർ കിട്ടാൻ മില്യനെ കിട്ടും. നമുക്ക് അത്രയൊന്നുമില്ല, നമുക്ക് 10 കേൾക്കാനേ കിട്ടുമായിരുന്നു. അപ്പൊ ഈ സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്. നമുക്കൊന്നും അറിഞ്ഞൂടാ എന്താണ് ഇവിടെ നിന്ന് കിട്ടും വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞ ശിവ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ ആരും വീഡിയോ എടുത്ത് ഏത് ഫോണിലാണ് ആദ്യം നമ്മൾ തുടക്കം ഷൂട്ട് ചെയ്തോണ്ടെന്നൊക്കെ ഏത് ഫോണിൽ ഓർമ്മ? സാംസങ്, വിവോ അങ്ങനത്തെ ഫോണിലൊക്കെ നമ്മൾ ഷൂട്ട്. എനിക്ക് ഒരു ടിക്ടോക്കിൽ എൻ്റെ ഒരു ആരാധിക എനിക്ക് ഫോൺ വാങ്ങിച്ചു. ആരാധികമാരെ കൊണ്ട് നമുക്കത് അതിലോട്ട് വരാം. അന്ന് ഫോൺ മേടിച്ചു തന്നു. പിന്നെ സ്റ്റാൻഡ് ഇല്ല, നമുക്ക് ആരും എടുക്കാൻ ആളും വരൂല. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്ന ഇപ്പൊ ഇന്നപ്പോ നമ്മൾ പറഞ്ഞ് ഷൂവിനകത്തെ ഈ ഷൂവിനകത്ത് വയ്ക്കും. എന്നിട്ട് സോക്സ് ഇതില്ലേ മേളത്തെ ഭാഗമില്ലേ അതിങ്ങനെ ഇളക്കി വെച്ചിട്ട് ഇതിന്റെ ചുരി വയ്ക്കും. എന്നിട്ട് എവിടെ വേണം നമുക്കടുത്ത് വെക്കാമല്ലോ, ചൂടുവല്ലോ എടുത്ത് വെക്കാമല്ലോ. അങ്ങനെ ടൈമർ ഇട്ട് വെച്ചിരിക്കും. ടൈമർ ഉണ്ട് അതിൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേക്ക് ആയിരിക്കും. അപ്പൊ ഓടി വന്ന് തെങ്ങിൽ ഇടിച്ച് വീണ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും അങ്ങനെ എടുക്കുന്നത്. പക്ഷെ നല്ല പരിക്ക് പറ്റണത്. അപ്പൊ ഇവനാണ് അത് ചെയ്യണത്. ഇവ അത് കൊടുത്തപ്പോഴേ ഓടി വന്ന് അപ്പൊ ഞാൻ ഇത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കില്ലേ, ഇവ ഓടി പറഞ്ഞു. ഇവ കുത്തിയപ്പോഴും ഇത് നമ്മൾ ചരിഞ്ഞു വീണു. ഇവ കണ്ടില്ലേ ഇവ നമ്മൾ ഇത് കിടന്നു ഭയങ്കര അഭിനയം. ഞാൻ തെങ്ങിൽ ചോര ഒളിച്ച് കിടക്കുന്നു ഇങ്ങനെ കിടന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ എടുത്ത് നോക്കുമല്ലോ, ഞാൻ ഓടിച്ച് നോക്കിയപ്പോ ഫോൺ കിടക്കുന്നു. എടുത്ത് പ്ലേ ചെയ്ത് നോക്കിയപ്പോ ആകാശം കാരണം ഫോണ് വീണ് ഇത് അറിയില്ല താഴെ പോയി ഫോണ് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓടിയ സമയത്ത് ആ പ്രസ്സിൽ ഫോണ് താഴെ. അപ്പൊ ഇടിച്ച് വീണ് അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആകാശം മാത്രമേ കിട്ടിയുള്ളൂ, ഫോൺ മുകളിലോട്ട് കൊടുത്തില്ലേ. എന്തായാലും വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു പഴയ ഒരു നൊസ്റ്റാൾജിക് ഒരു പ്രോപ്പർട്ടി കൈ തരികയാണ്. അത് വെച്ചിട്ട് എന്താ തോന്നുന്നതെന്നൊന്ന് പറയും. രണ്ടുപേരും വാങ്ങിച്ചോളൂ. എന്റെ പൊന്നു ബ്രോ, ഇത് എവിടെ പോയി തപ്പിക്കൊണ്ടുവന്ന് ഈ ഒരു പള്ളി കാരണമാണ് ഇവിടെ നിൽക്കുന്നത്. പറയും. നമ്മളിപ്പോ ഇപ്പം ശ്രീത്ത് ശിവപ്രസാദ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് വെടിവെച്ചാൻ കോവിൽ വിലാസിനി. അതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങളെ ടേക്ക് ഓഫ് ചെയ്തൊരു സ്കിറ്റ്. അതും ഇതുപോലത്തെ ഒരു ഇതിനെന്താ പറയുന്നത്, നമ്മളെ ട്രിവാൻഡ്രം സൈഡിൽ പാവാട വള്ളി. നിങ്ങൾക്ക് തരാൻ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഈ വള്ളി തന്നെയാണ്. അതാണല്ലോ നമ്മുടെ ലൈഫ് ഇത്രത്തോളം സെറ്റ് ആക്കുന്നത്. ഈ നിമിഷത്തിൽ ഈ ഒരു വള്ളി പിടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത്? ഇത് ഒരു കാര്യവും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത്. സത്യം മനസ്സിലായി. നമ്മൾ ഇതൊന്നും ആർക്കൊന്നുമല്ല, പക്ഷെ എനിക്കും ശിവപ്രസാദും സംഭവിച്ചത് വലിയൊരു കാര്യമാണ്. നമ്മളിവിടെ എത്തിക്കാൻ ഈ വലിയ കാരണമാണ്. മനസ്സിലായി. അതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ല. ഇത് തന്നെ എക്സ്പ്രസ് മീഡിയക്ക് 1000 നന്ദി. അപ്പോൾ അന്ന് നേരത്തെ ആദ്യമേ ഈ സ്കിറ്റ് പ്ലാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ പാവാട വള്ളി ഇതൊക്കെ ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂം സത്യം പറഞ്ഞ കോസ്റ്റ്യൂം പോയപ്പോൾ ഞാൻ പാവാട വള്ളി നീണ്ടു കിടന്നു. അപ്പൊ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി അവർ വന്നു. അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് വേണ്ടത് ഇങ്ങനെ ആക്ഷൻ ആയിരുന്നു. അല്ലേ ഇങ്ങനെ ഒരു ആക്ഷൻ ആയിരുന്നു എടുക്കാൻ വേണ്ടിയിരുന്നത്. അപ്പൊ ശിവപ്രസാദ് അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമില്ല ഇങ്ങനെ നോക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ വാളുന്ന രംഗേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് നമുക്ക് തോന്നി ഇല്ലടാ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തുകൂടാ. അപ്പൊ നമ്മൾ കയറാൻ നേരത്താണ് ഞാനും ഇവനും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ആ സമയത്ത് ഞാൻ തപ്പുന്നുണ്ട്, അറിയാതെ ഇത് എവിടെയാണെന്ന് അതിലുണ്ട് തപ്പുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവൻ നോക്കുന്നില്ല. ഞാൻ പതുക്കെ നസീർ എങ്ങനെ ഇരിക്കായിരുന്നു. കാണാം. ഞാൻ ഫ്രണ്ടിലോട്ട് നോക്കി ഡയലോഗ് പറയുന്നത് കാരണം ഇവനെ നോക്കി ഇത് പൊളിയും. ഞാൻ ഇങ്ങനെ നൈസ് എടുത്തിട്ട് ഏറ്റവും വലി എന്നിട്ട് ഇങ്ങനെ നിന്നപ്പോഴേ ഭയങ്കര ചിരി ആദ്യമായിട്ടാണ് ചിരിക്കണം അവിടെ. പിന്നെ ആ ചിരി ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന സ്കിറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ അപ്പൊ ആ സമയത്ത് പ്രൊമോയിലും എല്ലാം ഭയങ്കര സംഭവം. അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാലേ, അപ്പൊ ഈ ഒരു ലോജിക് ഡൗട്ടാ, ഈ വള്ളി ഊരി പോയിട്ട് പാവാടയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ പിടുത്തല്ലേ. അപ്പൊ അതാണ് അതിനുശേഷം മൊത്തം കൈ മൊത്തം അവിടെ ഇരിക്കുകയാണ്. വേറൊരു പിന്നാമ്പറുണ്ട്. പിന്നാമ്പറം അല്ല, ഈ സ്കിറ്റ് വൈറലായല്ലോ. പ്രൊമോക്ക് പോകുന്നു ഭയങ്കര എല്ലാവരും കൂട്ടുകാരും പറ്റില്ല സ്റ്റാറ്റസ് ഉണ്ട്. കാരണം ആദ്യ സ്കിറ്റ് പൊളിഞ്ഞ് 15 ഇത് ഭയങ്കര രണ്ടാമത്തെ സ്കിറ്റ് നിങ്ങളുടെ ബമ്പർ ചിരിയില് മനോരമ ബമ്പർ ചിരിയില് രണ്ടാമത്തെ സ്കിറ്റ് എല്ലാവരും പ്രൊമോ ഇട്ട് ഭയങ്കരമായിട്ട് അറുമതിക്കുക. എല്ലാവരും ഇന്ന് ടെലികാസ്റ്റ് കാണാൻ വേണ്ടി ഇന്ന് കറക്റ്റ് സമയം കറണ്ട് അങ്ങ് പോയി. ടെലികാസ്റ്റ് കണ്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഫസ്റ്റ് വിളിക്കുന്ന കോഴിക്കോട് ഒരു ടീം വിളിക്കുന്നത് ഇത് കണ്ടിട്ട് കോഴിക്കോട് വേറെ ജില്ലയെന്നൊക്കെ എറണാകുളം നമുക്ക് അപ്പോഴാ അഭിനന്ദനങ്ങൾ അറിയിക്കാനായിട്ട് കോഴിക്കോട് നിന്നൊക്കെ ഇതിൽ വിളിക്കുന്നത് ആ സ്കിറ്റ് കണ്ട് അടിപൊളി അപ്പൊ അപ്പോഴാണ് വൈറലായി തുടങ്ങിയോ. കാരണം
സ്കിറ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത്രയും ക്യാരക്ടർ എടുക്കുമെന്നോ അല്ലെങ്കിൽ വൈറലാകുമെന്ന് വിചാരിക്കില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കോളുകൾ നമ്മളറിയില്ലല്ലോ, അന്നാണ് ഇൻസ്റ്റാഗ്രാം ഈ മനോരമയിൽ ബമ്പർ ചിരിയിൽ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? കുറച്ചേ ഉള്ളൂ സത്യം. എന്നാലും ഒരു 2000 ഒക്കെ ഉള്ളൂ. 2000 ഒക്കെ. ഇപ്പോഴാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൊളാബോ അല്ലെങ്കിൽ വേറെ പ്രൊമോഷനും പെയ്ഡ് പരിപാടിയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ അല്ലേ? അതൊക്കെ പഠിക്കൂ. ഞങ്ങൾ അതൊക്കെ പഠിച്ചോണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുമ്പോഴേ നമുക്ക് എന്താ വരാത്തത്, പക്ഷെ നമുക്ക് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ അതിനെ. അപ്പം നമ്മുടെ ഇത് കാണുന്ന പ്രഷറെല്ലാം ശ്രദ്ധിക്കുക. ഐഡിയൊക്കെ റീച്ചാണ്, മച്ചന്മാർ റീച്ചാണ്. അവർ അതിന്റെ അതുമായിട്ട് വലിയ അറിവ് അവർ പ്രകടിപ്പിക്കാത്തതുകൊണ്ട് അവർ ആ വർക്കുകൾ എടുക്കാത്തതാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ ഒക്കെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വിറ്റ് പോവും. അതുകൊണ്ട് നമ്മൾ ചെയ്യും. അടിപൊളി കോമഡി കണ്ടന്റോടെ തന്നെ പരസ്യങ്ങളൊക്കെ അവർ വെടിപ്പായിട്ട് ചെയ്തു തരും. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവർ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ അവിടെ എഴുതി കാണിക്കും കേട്ടോ. അവർ അവരുടെ ഐഡിയ ഒക്കെ എഴുതി കാണിക്കും. നിങ്ങൾ കൃത്യമായി പരസ്യം കൊടുക്കുക. അടിപൊളിയായിട്ട് കോമഡി ആയിട്ട് ചെയ്ത് കൊടുക്കും. വെടിക്കെട്ട് കോമഡി ആയിട്ട് പരസ്യമല്ലാത്ത രീതിയിൽ തോന്നിക്കുന്ന രീതിയിൽ ഒരു സംഭവം നമ്മൾ ചെയ്തു കൊടുക്കും. ഈ വെടിവെച്ചാങ്കോവിൽ വിലാസിനി എന്നുള്ള പേരാരാണ് ഇട്ടത്? നമ്മള് വീട്ടിലിരുന്ന പ്ലാൻ ചെയ്തപ്പോ ആദ്യം ഫീമെയിൽ കെട്ടാൻ ഞാനാണ് പറഞ്ഞത്. അപ്പം ഇവ ഈ പാട്ട് പാടിക്കൊടുക്കുക, എന്നെ കുറെ ഈ പാട്ട് പാടിക്കൊണ്ട് കൊടുക്കുക. ആ ടോണിൽ തന്നെ ഓൾറെഡി സ്കിറ്റ് പ്ലാൻ ചെയ്യുന്ന മുമ്പേ പാട്ടുണ്ട്. അങ്ങനെ പാടി സ്കിറ്റുകൾ ഞാൻ പറഞ്ഞു, എടാ നീ ഒരെണ്ണം ചെയ്യടാ, ഈ സൗണ്ടിൽ ഒരെണ്ണം ചെയ്യ്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഓൾറെഡി ഞാൻ നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ട് ഇവരുടെ ഇതിൽ ചെയ്യടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ബോടാ എനിക്ക് അത് തുടക്കം പോലെ അവസരം നീ നമ്മൾ ചെയ്യും. കാരണം വീഡിയോ അയച്ചു കൊടുക്കണമല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് വൈകിട്ടാണ് ഈ വീഡിയോ ചെയ്യണം, പ്ലാൻ ചെയ്യണം. വീഡിയോ നിങ്ങൾ ഫീമെയിൽ ഇത് തോർത്തൊക്കെ കിട്ടി വീഡിയോ. അപ്പൊ അങ്ങനെ പറഞ്ഞിടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടുന്ന അവസരമല്ലേ, ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞപ്പോ ഈ സൗണ്ടിൽ തന്നെ പിടിച്ചു നോക്കാന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കിനും ഈ നാടകം ഡയലോഗ് ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അതിൽ അഖിലാണ്ടേശ്വരി എന്ന് പറഞ്ഞ ഇതുണ്ട്. ഈ നാടകത്തിന്റെ കഥാപാത്രം അത് എന്റെ അമ്മ പറഞ്ഞത്. അമ്മ കാണുന്ന സീരിയലില് ഏതോ അഖിലാണ്ടേശ്വരി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അങ്ങനെ ആ ക്യാരക്ടർ ഇട്ടു. അങ്ങനെയാണ് പേര് കണ്ടുപിടിച്ചത്. അപ്പൊ വിലാസിനി എന്നുള്ള പേര് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സ്ഥലപ്പേര് നോക്കി ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് ഓരോ സ്ഥലം പാലരും വിഴിഞ്ഞം അങ്ങനെ വന്നപ്പോഴാണ് വെടിവെച്ചാങ്കോവിൽ. ശരിക്കും ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ വെടിവെച്ചാങ്കോവിൽ സ്ഥലപ്പേരുള്ള ഒരു വിലാസിനി ചേച്ചി നിങ്ങളുടെ ഏരിയയിലോ അവിടെ എവിടെയെങ്കിലും ഉണ്ട് കണ്ട്. ആ വിലാസിന് വെടിവെച്ചാങ്കോവിൽ തന്നെ വിലാസിന് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ളവർ കണ്ട്. അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് ഒട്ടും വയ്യവന് ശ്വാസം വിട്ട് അവിടെ കൊണ്ട് നിൽക്കുക. അപ്പൊ ഇവര് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഇവര് വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ നോക്കുക. അപ്പൊ എന്ത് പറ്റിയ പയ്യ ശ്വാസം എങ്ങനെ ശ്വാസം മുട്ട ഇല്ലാതിരിക്കും, കുറെ പൈസ അവിടെ നിന്ന് വാങ്ങിയല്ലേ. പിന്നെ ഇവരെന്ത് ഇങ്ങനെയൊക്കെ പറയണത്? എന്നെ മനസ്സിലായ ഇല്ല, ഞാനാ വിലാസിനി. അപ്പൊ വിലാസിനി എന്നൊരു പേരല്ല. എന്റെ സ്ഥലം അറിയോ? ഇല്ല, വെടിവെച്ചാക്കോൽ. അപ്പൊ ഞാൻ പതുക്കെ ഇതിന്റെ സൈഡിലിടും. കാരണം നമ്മൾ അതായത് അവരൊക്കെ ഒരു എന്തോ ഒരു സ്നേഹപൂർവ്വമാണോ ഇഷ്ടമാണ്. കാരണം നമ്മളങ്ങനെ 2-3 പേർക്ക് ചോദിച്ചപ്പോ അങ്ങനെ ആളില്ലാന്നാ പറഞ്ഞത്. പക്ഷെ വെടിവെച്ചാങ്കോലിൽ തന്നെ അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പതുക്കെ ദൈവമേ ഇനി ഇവര് ദേഷ്യപ്പെടുവോ, ആശുപത്രിയിലല്ലേ വന്നിരിക്കുന്നത്. അതൊരു സന്തോഷമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവര് കണ്ട് മനസ്സിലാക്കി എന്നുള്ള ഇതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിന്റെ കൂടെ എന്നാ കുറെ ഒരു 2 വരി ഞങ്ങൾക്ക് ഒന്ന് കേട്ടാൽ വളരെ സന്തോഷമായി. എന്നാ കുറേ ചെല്ല പെരാണ്ടിക്ക് എന്നാ കുറേ, ഞാൻ 5 മക്കളെ വളർത്തി ഇപ്പൊ ഒരുത്തം പോലും തിരിഞ്ഞു നോക്കണില്ല. അവസാനം പൊരിയാണ് വിൽക്കണത്. പൊരിയേ കടലേ ചോളപ്പൊരിയേ കമ്മലി പേനടാ. കൈയ്യട് കൈയ്യട് നീ കൈയ്യട് ആൾക്കാരൊക്കെ നോക്കണടാ. ഭഗവാനെ ഇവ എന്നെ നടിയാക്കും. അടിപൊളി അടിപൊളി. എവന്റെ കഴിഞ്ഞു, എന്റെ കഴിഞ്ഞിട്ടില്ല. ടിക്ടോക്ക് കൊണ്ട് ഉപകാരം ഉണ്ടായത് ഇവന് മാത്രമാണ്. റൊമാൻറ്റിക് ഡ്യൂറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് മെസ്സേജ് വന്നു, വീഡിയോ ഉള്ള കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൽ ഒരു ഡ്യൂറ്റ് തന്നെയാണ് പ്രണയം ആരംഭിച്ചത്.